നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പാനിക് അറ്റാക്ക് ആണ്. ചിലർക്ക് പെട്ടെന്ന് ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട്. ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നു, ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു, എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം, ചിലപ്പോൾ ഞാൻ മരിക്കുമോ എന്ന തോന്നൽ പോലും ഉണ്ടാകാറുണ്ട്. ഇത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമായിരിക്കും. പക്ഷേ ഇത് ശരിക്കും എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ പാനിക് അറ്റാക്ക് എന്നത് പെട്ടെന്ന് വരുന്ന ശക്തമായ ഭയവും ശരീര പ്രതികരണങ്ങളും ഉള്ള ഒരു അവസ്ഥയാണ്. ഇത് സാധാരണയായി പെട്ടെന്ന് തുടങ്ങും. കുറച്ച് മിനിറ്റുകൾക്ക് പീക്കിലായിരിക്കും, എക്സ്ട്രീമില്. പിന്നെ അത് കുറയും. പാനിക് അറ്റാക്കിന്റെ സമയത്ത് കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയം വേഗത്തിൽ ഇടിക്കുക, ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക, നെഞ്ചുവേദന അല്ലെങ്കിൽ നെഞ്ചിന്റെ അകത്ത് ഒരു ചെസ്റ്റിൽ ടൈറ്റ്നെസ്, തലചുറ്റൽ, വിയർക്കുക, ദാഹിക്കുക, വിറയ്ക്കുക, കൺട്രോൾ നഷ്ടപ്പെടുന്ന പോലെ തോന്നുക. ഒരു പ്രധാന കാര്യം, പാനിക് അറ്റാക്ക് അപകടകാരിയല്ല. ഈ ലക്ഷണങ്ങൾ എല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ലക്ഷണങ്ങളാണ്. എന്നിരുന്നാലും പാനിക് അറ്റാക്ക് കൊണ്ട് ഒരു അപകടം സംഭവിക്കില്ല. അതായത് ഇത് ഹൃദയാഘാതമല്ല, ഹാർട്ട് അറ്റാക്ക് അല്ല. ഇതുകൊണ്ട് മരണം സംഭവിക്കില്ല. ഇത് ശരീരത്തിന്റെ ഒരു സ്ട്രെസ് റെസ്പോൺസ് മാത്രമാണ്. പക്ഷെ അനുഭവം വളരെ ഇന്റൻസ് ആയതിനാൽ കൊണ്ട് തന്നെ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് തോന്നാം. പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത് ബ്രെയിൻ ഡേഞ്ചർ ഉണ്ടെന്ന് തെറ്റായി സിഗ്നൽ നൽകുമ്പോഴാണ്. അത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, ബ്രീതിങ് മാറും, ബോഡി അലേർട്ട് ആവും. ഇനി എന്തുകൊണ്ടാണ് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ട് അനുഭവപ്പെടുന്നത്? ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈ പേടി, ഈ ഭയം കൂടുതലായി മാറുന്നത്. പാനിക് അറ്റാക്സ് ആവർത്തിച്ചു വരികയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയാണെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുന്നത് നല്ലതാണ്. പാനിക് അറ്റാക്സ് വളരെ കോമൺ ആണ്. അത് മനസ്സിലാക്കിയാൽ അതിനോടുള്ള ഭയം കുറയും. അതിന് ഹെൽപ്പ്, ട്രീറ്റ്മെന്റ് എല്ലാം ലഭ്യമാണ്. ശരിയായ ട്രീറ്റ്മെന്റ് എടുത്താൽ പാനിക് അറ്റാക്സ് പൂർണ്ണമായും ശരിയാക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയാൽ അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം. താങ്ക് യു.